everyone, welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന 6th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സർക്കുലർ നമ്മുടെ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും കഴിഞ്ഞ 2-3 മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണ് നമ്മുടെ എക്സാം വരുന്നത്, എക്സാം ഡേറ്റ് എന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഫൈനലി വി ഹാവ് ദി നോട്ടിഫിക്കേഷൻ ഹിയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ ക്ലാസ്സുകളിൽ, അതായത് ഏതൊക്കെ ബാച്ചിലുള്ള കുട്ടികൾക്കാണ് ഈ പരീക്ഷ 2026 ജൂൺ 27 മുതൽ ആരംഭിക്കുന്ന പരീക്ഷ ഏതൊക്കെ ബാച്ചിലുള്ള കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡഡ് ബൈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2025 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന 1ാം സെമസ്റ്റർ UG റെഗുലർ സ്റ്റുഡൻസിനും അതിനോടൊപ്പം തന്നെ 2024 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന 4ാം സെമസ്റ്റർ റെഗുലർ സ്റ്റുഡൻസിന് ഒപ്പം അത് PG സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ 2024 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് കൂടിയുള്ള ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. UG സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 4ാം സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷയും ഈ ഒരു ടൈമിൽ നടക്കുന്നുണ്ട്. അവർ ആ ഒരു PG സ്റ്റുഡൻസിനാണ് ഇത് എഴുതാൻ പറ്റുന്നത്. 2023 ജനുവരിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. ഒപ്പം 2022 അഡ്മിഷൻ എടുത്തിരിക്കുന്ന PG 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി സ്റ്റുഡൻസിൻ്റെ പരീക്ഷകൾ ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ നമ്മുടെ സർവകലാശാല സൈറ്റിൽ, അതായത് യൂണിവേഴ്സിറ്റി സൈറ്റിലും അപ്പോൾ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇനി എപ്പോഴാണ് പരീക്ഷ രജിസ്ട്രേഷൻ പിഴ കൂടാതെ എപ്പോൾ വരെ നമുക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ഒരു സർക്കുലർ വന്നതിന് ശേഷം നിങ്ങൾക്ക് 30/5/2026 മുതൽ 12/6/2026, അതായത് ജൂൺ 12 വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാണ്ട് നമ്മുടെ എക്സാം ഫീ അടയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വിത്ത് ഫൈന് കൂടി നമുക്ക് എക്സാം ഫീ അടയ്ക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അത് 15 ജൂൺ 15 ഇനി സൂപ്പർ ഫൈനോട് കൂടിയിട്ട് നമുക്ക് എക്സാം ഫീസ് അടയ്ക്കാം. അത് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് ഈ ഒരു ന്യൂസ് എത്തിയില്ല, അല്ലെങ്കിൽ അവർക്കത് മിസ്സായി പോയി എന്നാണെങ്കിൽ അവർക്ക് 18/6/2026 അവർക്ക് സൂപ്പർ ഫൈനോട് കൂടിയിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, അതായത് www.sgou.ac.in അല്ലെങ്കിൽ erp.sgou.ac.in എന്ന വെബ്സൈറ്റ് വഴി ഫീസ് അടച്ചു തീർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്കുള്ള എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് 12/6/2026 മുതലാണ് പഠിതാക്കൾക്ക് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ ആരും ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ നടത്തി എവിടെയാണ് ഹാൾ ടിക്കറ്റ് എന്ന് തിരഞ്ഞ് നടക്കേണ്ട. അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് നമ്മുടെ എക്സാം അഡ്മിറ്റ് കാർഡുകൾ 12/6/2026 മുതൽ നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ തന്നെ പ്രൊഫൈലിലുള്ള സ്റ്റുഡൻസ് ഡാഷ്ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നാണെങ്കിൽ അവരുടെ സർക്കുലറിൽ ഈ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ കോൺടാക്ട് ചെയ്യാം. സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അതാത് കോഴ്സുകളുടെ അസൈൻമെൻറ്റുകൾ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാലോ, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷ, അതായത് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് അല്ലാതെ തന്നെ നമ്മുടെ റെഗുലർ പരീക്ഷയുടെ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഒരുപാട് പേരുടെ മാർക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അസൈൻമെൻറ്റ് സമർപ്പിച്ച പഠിതാക്കൾക്ക് മാത്രമേ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഈ 2025 6th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, മറിച്ച് അതർ മറ്റു പല വിഭാഗത്തിലുള്ള കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അവരുടെ പരീക്ഷകൾ കൂടെ
ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് പരീക്ഷ വരിക എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി അല്ലേ. 12/6/2026 നിങ്ങൾക്ക് പിഴയില്ലാതെ സൂപ്പർ ഫൈൻ ഒന്നും ഇല്ലാതെ തന്നെ എക്സാം ഫീ അടയ്ക്കാവുന്നതാണ്. ആസ് പെർ ദിസ് നോട്ടിഫിക്കേഷൻ ജൂൺ 27 മുതൽ നമ്മുടെ പരീക്ഷകൾ ആരംഭിച്ചു തുടങ്ങും. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്നുകൂടെ കോൺടാക്ട് ചെയ്യാം. കാരണം പരീക്ഷയൊക്കെ വന്നു, മിസ് ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി 1 month മുന്നേ നമ്മൾ ക്രാഷ് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി മിസ്സിൻ്റെ മക്കൾക്ക് ക്ലാസ്സുകളാണ് വേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, എങ്ങനെയൊക്കെ ഉത്തരം എഴുതണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണമെങ്കിലേ യു ഹാവ് ടു ജോയിൻ വിത്ത് അസ്. വേഗം തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മൾ അവതരിപ്പിക്കുന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒറ്റൊരു കോഴ്സിൽ തന്നെ 2 സെമസ്റ്ററുകളുടെ ലൈവുകളും പേപ്പർ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ലൈവ് സെഷൻസിലൂടെ ക്ലിയർ ചെയ്ത് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്പർ നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ആരും മറക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എക്സാം ഫീ എത്രയും പെട്ടെന്ന് എക്സാം രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്തു തുടങ്ങാം. സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പഠിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പഠിക്കാം, നമുക്ക് പാസ്സാവണ്ടേ.